ഈ ചാനലിന്റെ വളർച്ച എന്ന് പറയുന്നത് സുഹൃത്തുക്കളെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ്. ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക. നമസ്കാരം, PSC ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന LGS മാരത്തോൺ ഡേ 2024 100 ഡേയ്സ് ചലഞ്ച് ആരംഭിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ LGSന്റെ ഓൺലൈൻ ക്ലാസിന്റെ പേര്. സുഹൃത്തുക്കൾ എല്ലാവരും ഒരു കാര്യം കൂടി ഒന്ന് ഓർത്തോളണേ, നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്ത സുഹൃത്തുക്കളെ ഒന്ന് ജോയിൻ ചെയ്യുക. ഇവിടെ പറയാത്ത കുറച്ച് വർക്കൗട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അതിനകത്ത് ആഡ് ചെയ്ത് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും സുസ്വാഗതം നമ്മുടെ ഏറ്റവും പുതിയ LGS മാരത്തോൺ 2024ലേക്ക്. ഇനി നമുക്ക് നോക്കാനുള്ളത് 2024 LGSന്റെ സ്റ്റഡി പ്ലാൻ ആണ്. അപ്പോൾ എന്തായാലും സുഹൃത്തുക്കളെ, നിങ്ങൾ ഒരു ദിവസം 2 മണിക്കൂർ പഠിക്കണം. ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഒരു ദിവസം 2 മണിക്കൂർ എന്ത് ചെയ്യണം, നമ്മുടെ LGS പഠനത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി നമ്മുടെ മുമ്പിൽ ഏകദേശം 100 ദിവസമുണ്ട്. ഈ 100 ദിവസം കൊണ്ട് സുഖമായിട്ട് നമുക്ക് 2024 LGS ക്ലിയർ കട്ട് ചെയ്യാൻ പറ്റും. എല്ലാ ആഴ്ചയും സൺഡേസിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു 25 മാർക്കിന്റെ മോക്ക് ടെസ്റ്റ്. അത് നമ്മൾ തിങ്കൾ മുതൽ ശനി വരെ പഠിച്ചിട്ടുള്ള മുഴുവൻ പോയിന്റ്സും ചേർത്തുകൊണ്ട് ഒരു മോക്ക് ടെസ്റ്റ് കൂടെ നമ്മൾ കണ്ടക്ട് ചെയ്യാം. അപ്പൊ ഇതാണ് നമ്മുടെ സ്റ്റഡി പ്ലാൻ എന്നുള്ളത്. നിങ്ങൾക്ക് എല്ലാവരും LGS റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരിക്കും, ഉറപ്പാണ്. അപ്പൊ നമുക്ക് സമയം കളയണ്ട. ഇന്ന് എന്താണ് പഠിക്കാനുള്ളത്? ഒന്നാം ഭൗമ ഉച്ചകോടി നടന്ന വർഷം 1992. ഒന്നാം ഭൗമ ഉച്ചകോടി നടന്ന വർഷം 1992. ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ രൂപവൽക്കരിച്ചത് 1992ലാണ്. JC ഡാനിയൽ അവാർഡ് ആദ്യമായി നൽകിയ വർഷം 1992ലാണ്. ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1992 ആണ്. ഒന്നുകൂടി പറയുവാണേ, ഒന്നാം ഭൗമ ഉച്ചകോടി നടന്ന വർഷം 1992. പഠിച്ചു വെക്കുക സുഹൃത്തുക്കളെ. ഒന്നാം ഭൗമ ഉച്ചകോടി നടന്ന വർഷം 1992 ആണ്. ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ രൂപവൽക്കരിക്കപ്പെട്ട വർഷം 1992. JC ഡാനിയൽ അവാർഡ് ആദ്യമായി നൽകിയ വർഷം 1992. JC ഡാനിയൽ അവാർഡ് ആദ്യമായി നൽകിയ വർഷം 1992ലാണ്. ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1992. ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1992. ഒന്നുകൂടി, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് പ്രവർത്തനം ആരംഭിച്ച വർഷം 1992. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് പ്രവർത്തനം ആരംഭിച്ച വർഷം 1992. നാഷണൽ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാം ആരംഭിച്ച വർഷം 1992. നാഷണൽ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാം ആരംഭിച്ച വർഷം 1992. റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് രൂപീകരിച്ച വർഷം 1992. റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് രൂപീകരിച്ച വർഷം 1992. ഇത് പഠിക്കാനായിട്ട് ഒരു ഈസി കോഡ് സുഹൃത്തുക്കൾക്ക് പറഞ്ഞു തരട്ടെ. ഈസി ആയിട്ട് പഠിക്കുക. BS ജവാൻ. ജവാൻ എന്ന് പറയുന്നത് ഞാൻ എഴുതിയിരിക്കുന്ന കണ്ടോ സുഹൃത്തുക്കളെ? ജവാൻ എന്ന് എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. BS ജവാൻ റാപ്പ് പാടി എന്നങ്ങ് പഠിച്ചു വെക്കുക. BS ജവാൻ എന്ത് ചെയ്തു? റാപ്പ് പാടി എന്നങ്ങ് പഠിക്കുക. B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാം ഭൗമ ഉച്ചകോടി നടന്ന വർഷം. B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാം ഭൗമ ഉച്ചകോടി നടന്ന വർഷം. S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ രൂപവൽക്കരിക്കപ്പെട്ട വർഷം. J എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ JC ഡാനിയൽ അവാർഡ് ആദ്യമായി നൽകിയ വർഷം. W എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്ന വർഷം. അതുപോലെ തന്നെ N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് പ്രവർത്തനം ആരംഭിച്ച വർഷം. അതിനോടൊപ്പം തന്നെ പഠിക്കേണ്ടതാണ് നാഷണൽ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാം ആരംഭിച്ച വർഷവും എന്നാണ് 1992ലാണ്. അതുപോലെ റാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് രൂപം കൊണ്ട വർഷം. ഒന്നുകൂടി പറയുവാണ്, BS ജവാന്റെ സ്പെല്ലിംഗ് നോക്കുക. JWN ആണെന്ന് പറഞ്ഞത് ഷോർട്ട് കട്ടിലാണ് എഴുതിയിരിക്കുന്നത്. ജവാൻ റാപ്പ് പാടി എന്നങ്ങ് പഠിക്കുക. P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാം ഭൗമ ഉച്ചകോടി നടന്ന വർഷം 1992. S എന്ന് പറഞ്ഞാൽ ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ, SC/ST കമ്മീഷൻ ആണ് കേട്ടോ, അതാണ് ഉദ്ദേശിക്കുന്നത്. S എന്ന് പറഞ്ഞിട്ട് രൂപവൽക്കരിച്ച വർഷം 1992. JC ഡാനിയൽ അവാർഡ് നൽകപ്പെട്ട വർഷം 1992 അതാണ് J സൂചിപ്പിക്കുന്നത്. W എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേശീയ വനിതാ കമ്മീഷൻ അല്ലെങ്കിൽ നാഷണൽ വുമൻസ് റൈറ്റ്സ് കമ്മീഷൻ രൂപീകരിച്ച വർഷം ചോദിച്ചാൽ 1992. N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് പ്രവർത്തനം ആരംഭിച്ച വർഷം 1992. അതുപോലെ തന്നെ നാഷണൽ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാം ആരംഭിച്ച വർഷവും 1992 ആണ്. അതുപോലെ റാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് രൂപീകരിച്ച വർഷം 1992 ആണ്.